മലയാളത്തിലെ ഏതാണ്ട് ഒന്നോളം സിനിമകളുടെ സംവിധായകനും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയുമായിരുന്ന അഖിൽ മാരാർ T20 എന്ന പാർട്ടി ഉപേക്ഷിക്കുകയാണ്. പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അഖിൽ കൊട്ടത്തല എന്ന അഖിൽ മാരാർ T20 പാർട്ടി വിടുന്നത്. തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അഖിൽ മാരാർ കഴിഞ്ഞ തവണ മത്സരിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ഗംഭീരമായി തോൽക്കുകയും ചെയ്തിരുന്നു. സാബുവും ജേക്കബിനെതിരെ പാർട്ടി വിട്ടതിന് ശേഷം അഖിൽ മാരാർ കടുത്ത വിമർശനങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. 2020 പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇനിയും ആകില്ലെന്നും അഖിൽ മാരാർ പറയുന്നു. UDF വാഗ്ദാനം ചെയ്ത് കൊട്ടാരക്കരയിലെ സീറ്റ് നഷ്ടപ്പെട്ടതോടെ സ്വതന്ത്രമായി മത്സരിക്കാനായിരുന്നു തന്റെ തീരുമാനം. കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ടാണ് തന്റെ ആ സീറ്റ് മാറ്റിയതെന്നും അഖിൽ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പിന്തുണയുമായി സാബു ജേക്കബ് വരികയായിരുന്നു. അതിനു മുമ്പ് പണം വാഗ്ദാനം ചെയ്ത് NDA ഏജൻസികൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിനിടെയാണ് സാബു ജേക്കബ് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് താൻ 2020 ചേർന്നത്. പിന്നീടാണ് കോൺഗ്രസ് നേതാവായ R. രശ്മി പാർട്ടി വിട്ട് അവിടേക്ക് വരുന്നത്. രശ്മി കൊട്ടാരക്കരയിലേക്ക് വന്നതാണോ വരുത്തിച്ചതാണോ എന്നത് എനിക്ക് സംശയം ഉണ്ടെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. 20 ലക്ഷം രൂപ കൊടുത്ത് വളരെ ആശിച്ചു വാങ്ങിയ തന്റെ പ്രിയപ്പെട്ട BMW ബൈക്ക് വിറ്റാണ് തൃക്കാക്കര ഇലക്ഷന് മത്സരിക്കാൻ പണം കണ്ടെത്തിയതെന്നും അഖിൽ മാരാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന് താൻ പറഞ്ഞിരുന്നു. അതിൽ 2.5 മാസമായി ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പറയുമ്പോഴും ആരുമൊന്നും മിണ്ടിയിട്ടില്ലെന്നും അഖിൽ മാരാർ പറയുന്നു. തനിക്ക് തൃപ്പൂണിത്തുറ സീറ്റ് നൽകാമെന്ന് BJPയും RSSും ഒക്കെ സമ്മതിച്ചെങ്കിലും അതും സാബു ജേക്കബ് മുടക്കിയെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. BJP എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള AN രാധാകൃഷ്ണനും തനിക്കിട്ട് പാര വെച്ചെന്നും അഖിൽ മാരാർ പറയുന്നു. സാബുവിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളായ അഞ്ജലിയും ഏറ്റുമാനൂരിലെ ആര്യയും തന്നോട് പങ്കുവച്ചിട്ടുണ്ട്. BJP നൽകിയ പണം പോലും തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചില്ല എന്നും അഖിൽ മാരാർ പറയും. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കാണുന്നതാണ് സ്വന്തമായ നിലപാടും അഭിപ്രായവും ഒന്നുമില്ലാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന അഖിൽ മാരാർ എന്ന ബിഗ് ബോസ് താരത്തെ. ബിഗ് ബോസ് എന്നൊരു ഷോയിൽ അഖിൽ മാരാർ വളരെ മികച്ച പ്രകടനം നടത്തി എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ പിന്നീട് നടത്തിയതെല്ലാം ആരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളായിരുന്നു. ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായി കിട്ടുന്ന ഫണ്ടുകളെ കുറിച്ചുള്ള സൂചനകളും അഖിൽ മാരാർ നൽകുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസും BJPയും തന്നെ തഴഞ്ഞു അല്ലെങ്കിൽ ചതിച്ചു എന്നൊരു പ്രസ്താവന കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്, AN രാധാകൃഷ്ണൻ എന്നീ 2 നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ നടത്തിയിരിക്കുന്നു. എന്തായാലും താനിനി രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നില്ലെന്നും കേരളത്തിൽ തനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുമാണ് മാരാർ ഇപ്പോൾ പറയുന്നത്. ഇനി മിക്കവാറും അഖിൽ മാരാർ അവതരിക്കാൻ പോകുന്നത് ഒരു കടുത്ത നരേന്ദ്രമോദി ഫാൻ ആയിട്ടായിരിക്കും. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം നീങ്ങുന്ന ആ മനുഷ്യസ്നേഹി എന്ന റോളായിരിക്കും അദ്ദേഹം ഇനി ഏറ്റെടുക്കാൻ പോകുന്നത്. എന്നിട്ട് തക്കം കിട്ടുമ്പോൾ BJPയിലേക്ക് ഒരു ചാട്ടവും നമുക്ക് അടുത്ത് തന്നെ കാണാൻ കഴിയും. ഓൾറെഡി സെപ്റ്റി ടാങ്കിൽ വീണ് മൊത്തം നാറിയിരിക്കുന്നത് കൊണ്ട് ഇനി ചാണകത്തിൽ വീണാൽ അതൊരു പ്രശ്നമായി അദ്ദേഹത്തിന് തോന്നുകയുമില്ല.